ഡോക്ടറെ ഇവിടെ പല്ലെടുക്കോ? ഇവിടെ പല്ലെടുക്കും. വേദന എടുക്കോ? വേദന ഞാൻ എടുക്കത്തില്ല, നിങ്ങൾ തന്നെ എടുക്കണം. അത് ഞാൻ എടുത്തോളാം. അല്ല, ഒരു പല്ലെടുക്കുന്നതിന് എത്രയാ ചാർജ്? ഒരു പല്ലെടുക്കുന്നതിന് 3000 രൂപ. ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പല്ലെടുക്കുന്നതിനല്ലേ 3000 രൂപ? അതെ. എനിക്ക് പല്ലെടുക്കണ്ട, ഞാൻ 50 രൂപ തരാം. ഒന്ന് ഇളക്കി തന്നാ മതി, ഞാൻ പോണ വഴിക്ക് എടുത്ത് കളഞ്ഞോളാം. അയ്യോ, ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലാന്ന് വായിക്കാതിരിക്കുന്നത്? ഈ ഗുളിയെ രാത്രി എപ്പ കഴിക്കണം? 1 മണി കഴിക്കണം, 2 മണി കഴിക്കണോ? ഇതേത് ഗുളിക? പാതിരാത്രി കഴിക്കണമെന്ന് പറഞ്ഞു. പാതിരാത്രി കഴിക്കാനല്ല, ഈ ഗുളികയുടെ പാതി എടുത്ത് രാത്രി കഴിക്കണോന്ന്. ഇഞ്ചക്ഷൻ ഉണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷൻ പേടിയാണ്. ഇഞ്ചക്ഷൻ പേടിയാണ്. ചെറുലാക്കങ്ങ് കലക്കി തരാം. ഇഞ്ചക്ഷൻ പേടി വേണ്ട, ഇഞ്ചക്ഷൻ ചെയ്യണ്ട. പകരം ആ സിറിഞ്ച് വായിക്കകത്തോട്ട് ഇങ്ങനെ ചീറ്റിച്ച് വിട്ടാ മതി മരുന്ന്. ഞാൻ മിഴുങ്ങിക്കോളാം. മനോജ് എവിടെ? മനോജ് ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. എന്ത് തോന്നിയ സിസ്റ്റർ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പേരിടുന്നത് അതിന്റെ അച്ഛനമ്മയാണ്, അല്ലാതെ ഡോക്ടറും സിസ്റ്ററും കൂടെ ചേർന്നല്ല കുഞ്ഞിന് പേരിടുന്നത്. എവിടുത്തെ ന്യായമാണ്? എന്റെ കുഞ്ഞെ ഒന്നും വിചാരിക്കല്ലേ. എടോ, തന്റെ കൊച്ചിന് പേരിടണോന്ന് ഞങ്ങൾ പറഞ്ഞോടോ? ഡോക്ടർ പറഞ്ഞോടോ? വെറുതെ അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, കൊച്ചു മേടിച്ചു പോവല്ലോ. പിന്നെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞോ എന്റെ ഭാര്യ പ്രസവിച്ചു ശിവപ്രസാദ് ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ. സുഖപ്രസവം സുഖപ്രസവം പറഞ്ഞു. കുഞ്ഞിനെ കാണണോ തനിക്ക്? ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. എന്റെ പ്രാർത്ഥന പോലെ എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടണേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എനിക്ക് ആൺകുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ. സന്തോഷം. ഐ ആം ഹാപ്പി. ഞാൻ വിചാരിച്ച പോലെ ആൺകുഞ്ഞല്ല, ഇതെന്റെ വിരലാ. വീട്